എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചോറിനും വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചപ്പാത്തിക്കും കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അതിനുവേണ്ടി ഞാനിവിടെ കടലപ്പരിപ്പ് എൻ്റെ കൈപ്പിടി നിറയെ 2 കൈ നിറച്ച് ഞാനിവിടെ 2 മണിക്കൂർ മുമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒന്നും കൂടെ കഴുകി നല്ലതായിട്ട് വൃത്തിയാക്കി നമുക്കിത് വേകാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രഷർ കുക്കറിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് വേവിച്ചെടുത്താൽ മതിയേ. കുക്കറിൽ അടിക്കുവാണെങ്കിൽ ഇത് ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 200 ml വെള്ളം ഒഴിച്ചു കൊടുത്തത് കണ്ടില്ലേ. ഇതേപോലെ മേളിലിങ്ങനെ നികന്ന് കിടക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി ഒഴിച്ചു കൊടുത്താൽ അത് വെന്ത് കുഴഞ്ഞു പോകും. പരിപ്പ് വേഗണം, പക്ഷേ കുഴഞ്ഞു പോകരുത്, അങ്ങനെയാണ് അതിരിക്കേണ്ടത്. അപ്പോൾ ഞാനത് അടുപ്പിലേക്ക് വെച്ചു. ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ തിളയ്ക്കുന്നിടം വരെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ ലോ ഫ്ലെയിമിലാക്കി മാറ്റണം. ഇപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തിളച്ച് വെളിയിലോട്ട് തൂവത്തുമില്ല, കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേകട്ടെ. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഒരു 3-4 സവാള ഉള്ളി, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇവിടെ ഞാനൊരു 4 മീഡിയം സൈസിലെ ഉള്ളി എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ അത് ചെറുതായിട്ടൊന്നും അല്ല അരിയുന്നത്, റഫ്ലി ചോപ്ഡാണ്. കാരണം ഒത്തിരി ചെറിയ ചെറിയ കഷ്ണങ്ങളായി പോവുകയാണെങ്കിൽ ഇത് വെന്തങ്ങ് കുഴഞ്ഞു പോകും. നമ്മുടെ ഈ ഉള്ളിയും പരിപ്പും വെന്ത് കുഴയരുത്, അതൊന്നൊന്നേ തൊടാതെ അങ്ങനെ കിടക്കണം. അങ്ങനെ ഈ തോരൻ കിട്ടേണ്ടത് നമുക്ക് ലാസ്റ്റിലെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നോക്കാം നമ്മുടെ ഈ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഒരെണ്ണം എടുത്ത് ഞെക്കി നോക്കുവാണെങ്കിൽ ഇതേപോലെ അമ്മങ്ങുന്നുണ്ട്, എങ്കിലും അത്രയ്ക്ക് വെന്തിട്ടില്ല, കുറച്ചും കൂടി വേവാനുണ്ട്. ഒരു 2-3 മിനിറ്റത്തെ വേവൂട് ആവശ്യമാണ്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഈ പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കണം. ഇത്രയും വെള്ളവും കൂടെ ബാക്കിയുണ്ട്. ആ സമയം കൂടെ വേകുമ്പോഴത്തേക്ക് ഈ പരിപ്പ് വെന്ത് നമുക്ക് റെഡിയായിട്ട് കിട്ടുന്നതായിരിക്കും. ഒന്നുകൂടെ നമുക്കിത് അടച്ച് വേവാനായിട്ട് വയ്ക്കാമേ. അടച്ചു വെച്ചിട്ട് ഏകദേശം 2 മിനിറ്റോളം കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം അത് വെന്ത് റെഡിയായോ, വെള്ളം പറ്റിയോ എന്നൊക്കെ ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കുകയോ ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. ഇത്രയുമേ ഇത് വേഗാവേ, കാരണം ഒത്തിരി വെന്ത് പോയാൽ പിന്നെ നമ്മൾ ഉള്ളിക്കകത്തും കൂടി ഇട്ട് ഇതിനെ ഒന്ന് വേവിക്കുന്ന അന്നേരം ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകും. ഈ സമയത്ത് നമുക്കിനി ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എന്ത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അതൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് നല്ലതായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി കഴുകി ഉണക്കി വെച്ചേക്കുന്ന 1 ടീസ്പൂണ് അരി ഇട്ട് കൊടുക്കാം. അതായത് സാധാരണ നമ്മുടെ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടി ഇങ്ങനെ വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂണ് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് ചുമന്ന് വരുന്ന ഉടനെ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെയാണ് ഉള്ളി അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്നതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 1-2 തണ്ട് കറിവേപ്പില അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 1/2 ടീസ്പൂൺ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാരണം ഒത്തിരി ഒന്നും ഇത് വഴറ്റേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റോളം വീണ്ടും ഒന്ന് വഴറ്റുക, മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ. ഈ പച്ചമുളകിന് അധികം എരിയില്ലാത്തതായതുകൊണ്ട് ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം ഇതെല്ലാം ക്രമീകരിക്കാനായിട്ട്. ഇത് ഏകദേശം ഒരു 2 മിനിറ്റോളം ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റുന്നുണ്ട്. കാരണം ഈ പച്ചമണം മുളക് പൊടിയുടേതും ഒന്ന് മാറിക്കിട്ടണം, അതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനിപ്പം നമ്മൾ വെന്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഈ ഉള്ളിക്കകത്ത് കിടന്നും കുറച്ച് നേരം അത് വേകും. ഇതും കൂടെ മനസ്സിൽ വെച്ച് വേണം നമ്മൾ ആദ്യമേ പരിപ്പ് വേവിക്കുമ്പോൾ അത് വേവിക്കാനായിട്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന 1 ടേബിൾ സ്പൂണ് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഇതെല്ലാം കൂടി ഇളക്കി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. പരിപ്പ് വേവിക്കുമ്പോൾ 90% ആദ്യം വേവിക്കാവേ. കാരണം ഈ ഉള്ളിക്കകത്തിലും കൂടെ കിടന്ന് വേകുമല്ലോ. അപ്പോൾ ആദ്യമേ ഒത്തിരി വെന്ത് പോയാൽ പിന്നെ ഉള്ളിക്കകത്തിലും കൂടെ കിടന്ന് വെന്ത് കഴിയുമ്പോൾ ഒത്തിരി അങ്ങ് കുഴഞ്ഞിരിക്കും. കുഴഞ്ഞിരുന്നാൽ ഈ തോരൻ ഒട്ടും രുചിയില്ല, ഒരു ടേസ്റ്റി ആയിരിക്കുകയില്ല. അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണേ. ഇതേപോലെയാണ് തട്ടിപ്പൊത്തി വയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഉള്ളിലോട്ട് ആവി കയറുകയും ചെയ്യും. പെട്ടെന്ന് സാധനങ്ങൾ നമുക്ക്
വെന്ത് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നത്. ഇനി ഇതിങ്ങനെ നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വേവിക്കാമേ. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു പരുവമായിട്ടുണ്ട്. ഏകദേശം ഒക്കെ വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയൂടെ ചേർക്കണം. അതായത് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലൊന്നും അടിച്ചില്ല, കൈകൊണ്ട് തന്നെ ഒന്ന് ഞെരടി അങ്ങ് ചേർത്തതേ ഉള്ളൂ. അപ്പോൾ തേങ്ങ തിരുമുക, കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഞെരടുക, ഇതിലേക്ക് ചേർക്കുക. വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചും ചേർക്കാവുന്നതാണ്, അതിനൊന്നും പ്രശ്നമില്ല. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. വീണ്ടും നമുക്കൊന്നുകൂടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. തേങ്ങയുടെ പച്ച മണവും ഒക്കെ ഒന്ന് പോകണമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ തോരൻ പെട്ടെന്ന് വളിച്ചു പോകുമേ. അപ്പോൾ അതും ഏകദേശം 2-3 മിനിറ്റോളം ഞാൻ അടച്ചു വെച്ചൊന്ന് വേവിച്ചു. ഇപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ? ഒന്നും അധികം വെന്ത് പോയിട്ടുമില്ല, എല്ലാം കറക്റ്റ് പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോകരുത്. അതേപോലെ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ഒന്ന് അറിയിക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.